ഹലോ എവരിവൺ, അഞ്ജു മിസ് ആണ്. നമ്മുടെ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ വൈദ്യുതിയുടെ ലോകം, ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനാവുന്നുണ്ടോ എന്നും കൂടെ ട്രൈ ചെയ്യുക. അതിനായിട്ട് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ആൻസർ കമന്റ് ചെയ്യാനും ശ്രമിക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ടാബുലേറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ സെൽസ്. ഓക്കെ, റീചാർജ് ചെയ്യാവുന്ന സെല്ലുകളുടെയും റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകളുടെയും ഉദാഹരണങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് റീചാർജബിൾ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ സെല്ലുകളൊക്കെ പോലെ തന്നെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ നോൺ റീചാർജബിൾ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലുകളില്ലേ, അത്തരത്തിലുള്ള സെല്ലുകൾ വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്തുള്ള ചാർജ് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ, ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അത്തരത്തിലുള്ള സെല്ലുകളാണ് നോൺ റീചാർജബിൾ സെൽസ് അഥവാ റീചാർജ് ചെയ്യാൻ കഴിയാത്തവ. അപ്പൊ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാലോ. യെസ്, നമ്മളുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി ഒക്കെ റീചാർജബിൾ സെൽസിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററി, ലാപ്ടോപ്പ് ബാറ്ററി ഒക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും? റീചാർജബിൾ സെൽസിന്, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകൾക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇനി നോൺ റീചാർജബിൾ സെൽസ് ആകുമ്പോൾ യെസ്, മിസ് പറഞ്ഞു, TV റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സെല്ലുകള്, അതുപോലെ ക്ലോക്ക്, ടോർച്ച്, വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലുകൾ നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകൾക്കുള്ള ഉദാഹരണമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം ഓണപരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർ ദ ഫോളോയിങ് സർക്യൂട്ട്സ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? Why? Analyze the figures and write down in the science diary. Okay, ചുവടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ എന്തുകൊണ്ട്? അപ്പൊ നമുക്ക് ഇതാ രണ്ട് സർക്യൂട്ടുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ സർക്യൂട്ട് നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് സർക്യൂട്ട് മിസ് ഇത് അവിടേക്ക് എടുക്കാം. ഫസ്റ്റ് സർക്യൂട്ട് നോക്കിയേ, ഈ ഫസ്റ്റ് സർക്യൂട്ടിൽ ഇതാ രണ്ട് സെല്ലുകൾ ഉണ്ട്. ഓക്കെ, രണ്ട് സെല്ലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവിന് ഒരു സെല്ലിന്റെ പോസിറ്റീവിനോട് മറ്റൊരു സെല്ലിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ ബാറ്ററി എന്ന് പറയും. അപ്പൊ ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ അതുപോലെ ഒരു വൈദ്യുത ഉപകരണം ഉണ്ട്, ബൾബ് ആണുള്ളത്. അതുപോലെ കണക്റ്റിംഗ് വയർ വെച്ച്, ചാലക കമ്പി വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ സർക്യൂട്ട് നോക്കിയേ, ഇവിടെ ഈ കണക്റ്റിംഗ് വയർ ഈ ബാറ്ററിയുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുവോ? ഈ സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടന്നു പോവോ? ഇല്ല. കാരണം ഈ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, അത് തുറന്നു കിടക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് പറയാം. ഓപ്പൺ സർക്യൂട്ട് അഥവാ തുറന്ന സർക്യൂട്ട് ആണ്. അതായിരുന്നു നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പം ബൾബ് അവിടെ പ്രകാശിക്കുമോ? ബൾബ് പ്രകാശിക്കില്ല. ഇനി രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? കണക്ഷൻ കറക്റ്റ് ആണ് അല്ലേ? ഇത് തുറന്നതാണോ അടഞ്ഞതാണോ? വേഗം നോക്കി, എവിടെയും ഒരു ബ്രേക്ക് ഒന്നുമില്ല, സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്ന് പറയാൻ പറ്റും. എന്താണ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലോസ്ഡ് സർക്യൂട്ടിനെ നമ്മൾ എന്ത് പറയും? അടഞ്ഞ സർക്യൂട്ട് ആണെന്ന് പറയാൻ പറ്റും. റീസണും കൂടെ മിസ് പറഞ്ഞു തന്നതെന്ന് മനസ്സിലായില്ലേ? അടഞ്ഞ സർക്യൂട്ട് ആണ്. അങ്ങനെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Okay, next question. Which are the devices that are necessary in an electric circuit? ഒരു വൈദ്യുത സർക്യൂട്ടിൽ അനിവാര്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഒരു സർക്യൂട്ടിൽ ഇവര് നിർബന്ധമാണെന്ന് നമ്മൾ പറയും. ആരൊക്കെയാണ്? ഒന്ന് തന്നിട്ടുണ്ട് നമുക്ക്, ഇലക്ട്രിക് ഡിവൈസ്, വൈദ്യുത ഉപകരണം വേണം. പിന്നെ ഒരു ബാറ്ററിയോ സെല്ലോ ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വേണ്ടേ? വേണം. അപ്പൊ നമുക്കൊന്ന് പറയാം, ഒരു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വേണം എന്ന് പറയാം. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് സോഴ്സ്. ഓക്കെ, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, അഥവാ വൈദ്യുത സ്രോതസ് വേണ്ടതാണ്. ഓക്കെ, ഇനി വേറെ എന്ത് വേണം? കഴിഞ്ഞോ? ഇല്ല. വേറൊരാളും കൂടെ വേണമല്ലോ. നിർബന്ധമായിട്ടും വേണ്ട ആൾക്കാരാ ചോദിച്ചേ. ചാലകക്കമ്പി വേണ്ടേ? കണക്റ്റിംഗ് വയർ വേണ്ടേ? വേണം. ചാലകക്കമ്പി വേണം, അഥവാ കണക്റ്റിംഗ് വയർ വേണം. അപ്പൊ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തൊക്കെയാണ് നിർബന്ധമായിട്ട്, നെസസറി ആയിട്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഡിവൈസ് വേണം, ഒരു ഇലക്ട്രിക് സോഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് വയറും നിർബന്ധമായിട്ട് വേണം. കണക്റ്റിംഗ് വയർ വേണം, അഥവാ ചാലകക്കമ്പി വേണം. ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു PYQ ചോദ്യം കൂടിയാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതും എക്സാമിന് എപ്പോഴും വരുന്ന ചോദ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഈ പ്രാവശ്യത്തെ ഒരു എക്സാമിന് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഫിഗർ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് ഈച്ച് ഓഫ് ദ എബവ് ടൂൾസ്. ഓക്കെ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കട്ടിംഗ് പ്ലെയർ തന്നിട്ടുണ്ട്, സ്ട്രിപ്പർ തന്നിട്ടുണ്ട്, സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട്, ടെസ്റ്റർ തന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളെ വീട്ടിലൊക്കെ ഇലക്ട്രീഷ്യൻസ് ഒക്കെ വരുമ്പം അവരുടെ കയ്യിൽ നമ്മൾ കാണാറുണ്ട്. അവരെന്തിനാ കട്ടിംഗ് പ്ലെയേഴ്സ് ഉപയോഗിക്കാറുള്ളത്? വയേഴ്സ് ഒക്കെ
കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇലക്ട്രീഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്തിനു ഉപയോഗിക്കാറുണ്ട്? വയറൊക്കെ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി സ്ട്രിപ്പർ എന്ന് പറയുമ്പോൾ ഇതാണ് വയർ സ്ട്രിപ്പർ. എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരുടെ ഡ്യൂട്ടി എന്താണ്? ഇവരെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻസുലേഷൻ, കോപ്പർ വയറിന്റെ ഒക്കെ മുകളിലായിട്ട് ഒരു ഇൻസുലേഷൻ കോട്ടിംഗ് ഉണ്ടാവാറില്ലേ, ഒരു ഇൻസുലേഷൻ ഉണ്ടാവാറില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? വയർ സ്ട്രിപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. റിമൂവ് ദ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ ഫ്രം വയേഴ്സ് വിത്തൗട്ട് കട്ടിംഗ് ദ വയർ ഇറ്റ്സെൽഫ്. അതായത് വയർ കട്ട് ചെയ്യാതെ അതിന് പുറത്തുള്ള ഇൻസുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസുലേഷൻ നീക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ക്രൂ ഡ്രൈവർ അല്ലെ, സ്ക്രൂ ഡ്രൈവർ നിങ്ങളൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. സ്ക്രൂ ഡ്രൈവർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? സ്ക്രൂസ് ഒക്കെ ടൈറ്റ് ആക്കാനും അതേപോലെ ലൂസ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രൂ ഉറപ്പിക്കാനും ഇളക്കാനൊക്കെ വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നു. ഇനി ടെസ്റ്റർ എന്താണ്? ടെസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം പ്ലഗിലൊക്കെ നമ്മളുടെ ഇലക്ട്രീഷ്യൻസ് വന്നിട്ട് അവിടെ കറണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റർ വെച്ചിട്ട് ഇട്ട് നോക്കും അല്ലെ. ടെസ്റ്റർ അതിനുള്ളിലേക്ക് ഈ ഭാഗം ഇടും. അപ്പൊ അതിനുള്ളിൽ ഒരു ചെറിയൊരു LED ബൾബ് ഉണ്ട്. കറണ്ട് അവിടെ ഉണ്ടെങ്കിൽ ആ LED ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യുന്നതായിട്ട്, LED ബൾബ് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തിനാണ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്? ഈ ടെസ്റ്റർ ഈസ് യൂസ് ടു ചെക്ക് വെദർ ഇലക്ട്രിസിറ്റി ഈസ് ഫ്ലോയിങ് ത്രൂ എ വയർ, സ്വിച്ച്, സോക്കറ്റ് ഓർ ഇലക്ട്രിക്കൽ ഡിവൈസ്. അവിടെ വൈദ്യുതി ഉണ്ടോ, വൈദ്യുത പ്രവാഹം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ സിംബൽസ്. ചിഹ്നങ്ങൾ തിരിച്ചറിയാനാണ്. സിംബൽസ് എന്തായാലും പഠിച്ചു വെക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സിംബൽസ്, ഓരോന്നിന്റെ സിംബൽസ് ഉണ്ടല്ലോ. ഏത് സിംബൽ കണ്ടാലും മക്കൾക്ക് എഴുതാൻ പറ്റണം. നിർബന്ധമായിട്ടും അത് പഠിച്ചു വെക്കാം. അപ്പൊ ഒന്നാമത്തെ ഫിഗർ നോക്കാം. ഇവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇതൊരു തുറന്ന സർക്യൂട്ട് ആണ്, ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിമ്പൽ എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് പറയാം അൺലിറ്റ് ബൾബിന്റെ സിമ്പൽ ആണത്. അതായത് പ്രകാശിക്കാത്ത ബൾബാണ്, പ്രകാശിക്കാത്ത ബൾബ്. ഓക്കെ, ഇനി വേറെ ഏതൊക്കെയാ? വേഗം നിങ്ങൾ കമന്റ് ചെയ്തേ. അടുത്തത് ഇതിനകത്ത് വേറെ ആരുണ്ട്? യെസ്, ഇവിടെ സെല്ലുണ്ട് അല്ലെ, സെല്ലുണ്ട്. പിന്നെ ആരാളോ? ഒരു വലിയ വര, ഒരു ചെറിയ വര വന്നു കഴിഞ്ഞാൽ ഏതാണ്? ഒരു വലിയ വര, ഒരു ചെറിയ വര വന്നു കഴിഞ്ഞാൽ അത് സെല്ലാണെന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആണോ ഓഫ് ആണോ നോക്കിയേ. സ്വിച്ച് ഓഫ് ആണ് അല്ലെ, സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, സ്വിച്ച് ഓഫ് ആകുമ്പോഴാണ് ആ സർക്യൂട്ട് തുറക്കുള്ളൂ. ഓപ്പൺ സർക്യൂട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ഓപ്പൺ ആയല്ലോ. അപ്പൊ എന്താണ് അവിടെ? നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴാണ്, നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ബൾബൊക്കെ ഗ്ലോ ചെയ്യോ? ഇല്ല, ബൾബൊക്കെ ഓഫ് ചെയ്യും. ദാറ്റ് മീൻസ് സർക്യൂട്ട് എന്തായി? തുറന്നു, ഓപ്പൺ ആയി. അപ്പൊ ഇത് സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ, ഇനി അടുത്തതിലെ വേഗം കമന്റ് ചെയ്തേ. രണ്ടാമത്തെ സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ ഇവൻ ആരാണ്? യെസ്, ഇവനെയാണ് നമ്മൾ LED ബൾബ് എന്നൊക്കെ പറയാം. LED. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ വലിയ വര, ചെറിയ വര, വലിയ വര, ചെറിയ വര ഉണ്ട്. ഏതിന്റെ സിമ്പിൾ ആണിത്? ബാറ്ററിയുടേതാണ്. ഇതിന്റെയാണ് ബാറ്ററി. അപ്പൊ ഇതുപോലെയുള്ള സിമ്പിൾസ് ഇപ്പം തന്നെ ബാക്കി സിമ്പിൾസും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് അടുത്ത ചോദ്യം, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇലക്ട്രിക് ഷോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. When electricity passes through the body, you get an electric shock. Why? Write any two situations in which a person may get an electric shock. Okay, വൈദ്യുതി ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ വൈദ്യുതാഘാതം, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നു. എന്തുകൊണ്ട്? ഒരാൾക്ക് വൈദ്യുതാഘാതം ഏൽക്കാവുന്ന ഏതെങ്കിലും രണ്ട് സാഹചര്യങ്ങളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്. നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട് അല്ലെ, ജലാംശമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വാട്ടർ എന്ന് പറയുന്നത് വൈദ്യുതി കടത്തി വിടുന്നുണ്ട്. നല്ല ഗുഡ് കണ്ടക്ടറാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ വാട്ടറിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയും എന്താണെന്ന് പറയാം? കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നവരാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ചിന്റെ ഒക്കെ മുകളിൽ നിന്നൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്നത്. നമ്മൾ വല്ല ഓപ്പൺ ആയിട്ടുള്ള വയേഴ്സ് ഒക്കെ, അതായത് ഇൻസുലേഷൻ പോയിട്ടുള്ള വയേഴ്സിന്റെ ഒക്കെ പോർഷനിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലൂടെ എന്ത് കടന്നു പോവാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോകുന്നതാണ് അല്ലെ. വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് വെൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ അവർ ബോഡി. ഓക്കെ, ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കുന്നു. അവർ ബോഡി ഈസ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ സിൻസ് വാട്ടർ ഈസ് പ്രസന്റ് ഇൻ ദ ലിവിങ് സെൽസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എന്ത് സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്? വെള്ളത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ശരീരം വൈദ്യുത ചാലകമാണ്. വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ട്, അതുകൊണ്ട് തന്നെ ബോഡി എന്താണ്? വൈദ്യുത ചാലകമാണെന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. പൊട്ടിയ വൈദ്യുത ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ടുകൾ പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ നമുക്ക് എന്ത് വരും? ഷോക്ക് വരും. ഒരു സിറ്റുവേഷൻ ആയ എങ്ങനെ പറയാം? ഇലക്ട്രിക് ഷോക്ക് occurs when a broken power line
or an external electrical source. Okay. ഇനിയോ ഇങ്ങനെയൊക്കെ like an uninsulated circuits comes into contact with the body. Okay. നമ്മളുടെ ബോഡിയായിട്ട് ഇൻസുലേഷൻ ചെയ്യാത്ത വയേഴ്സ് ഒക്കെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട്? നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഷോക്ക് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി ബേൺ ചെയ്യും, പൊള്ളലേക്കൊക്കെ ചെയ്യും. ഭയങ്കര സിവിയർ ആണെങ്കിൽ നമുക്കത് ഹൃദയാഘാതം വന്ന് മരണത്തിന് വരെ റീസൺ ആവാറുണ്ട്. ഓക്കെ, എന്തുവരും ഡെത്തിന് വരെ കാരണമാവാറുണ്ട്. അപ്പൊ നമുക്ക് സിറ്റുവേഷൻസ് ഏതെങ്കിലും 2 സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എഴുതാം. സ്വിച്ച് ഓഫ് ചെയ്യാതെ പ്ലഗിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നു, സ്വിച്ച് ഓഫ് ചെയ്യാതെ ചാർജ് ചെയ്യും, അതായത് സ്വിച്ച് ഓഫ് ചെയ്യാതെ ചാർജ് ചെയ്തിട്ട് അതായത് ചാർജർ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാതെ റിമൂവ് ചെയ്യുന്നു, അപ്പൊ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ സ്വിച്ച് ഇടുന്നു, നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇടുന്നു, ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നനഞ്ഞ വെള്ളത്തിൽ നിന്നുകൊണ്ട് സ്വിച്ച് ഇടുന്നു, ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കൂടുതൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ മക്കൾ നന്നായിട്ട് പഠിക്കുക, ഒരു ടെൻഷനും വേണ്ട. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ മാരത്തോൺ ലൈവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും കറക്റ്റ് 7 മണിയാകുമ്പോൾ ലൈവിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ആ ചോദ്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട, നമുക്ക് ഈ ചാപ്റ്റേഴ്സ് നമ്മുടെ ബേസിക് സയൻസിലെ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ.